റോഡ് സൈഡിൽ വിൽക്കുന്ന പാനിപൂരിയും പൂടമുട്ടായും ഒക്കെ നമുക്ക് വലിയ ഇഷ്ടമാണ് അല്ലേ? മാത്രമല്ല ചപ്പാത്തി കഴിക്കാനും മലയാളികൾക്ക് വലിയ താല്പര്യമാണ്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ വൃത്തിക്ക് പ്രാധാന്യം കൊടുക്കാറുണ്ടോ? അത് വൃത്തിയാണോ രുചിയാണോ മുൻഗണന എന്ന് നോക്കിയാൽ പലരും മുൻഗണന കൊടുക്കുന്നത് രുചിക്ക് തന്നെയാണ്. എന്നാൽ നമ്മൾ തന്നെ പല വീഡിയോകളും കണ്ടിട്ടുണ്ട് ചവിട്ടിക്കുഴച്ചുണ്ടാക്കുന്ന കപ്പലണ്ടിയും പാനിപൂരിയും മസാല വടയും ഒക്കെ. പരിപ്പ് വടയും ഉഴുന്നുവടയും ഉണ്ടാക്കുന്ന വീഡിയോകൾ കണ്ടാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് ഭക്ഷണം വേണ്ടായിരിക്കും എന്ന് തോന്നും. ഭക്ഷണം കഴിക്കുമ്പോൾ വൃത്തിക്ക് നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കാറുണ്ടല്ലേ? കാണുമ്പോൾ നല്ല ഭംഗിയും രുചിയും തോന്നുന്ന ഏത് ഭക്ഷണവും നമുക്ക് കഴിക്കാൻ യാതൊരുവിധ മടിയും ഉണ്ടാകില്ല. എന്നാൽ ഇവയെല്ലാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ ഒരിക്കൽ പോലും കഴിക്കുമ്പോൾ ആലോചിക്കാറേയില്ല. കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു മുടി കണ്ടാൽ ആ ദിവസം ഭക്ഷണം കഴിക്കാൻ മടിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇടയ്ക്കിടെ നമ്മുടെ നാട്ടിൽ, അതിപ്പോൾ കേരളത്തിലോ തമിഴ്നാട്ടിലോ കർണാടകയിലോ അങ്ങനെ എവിടെയാണെങ്കിലും ഉണ്ടാകുന്ന ഭക്ഷ്യസുരക്ഷാ റെയ്ഡുകളാണ് പലപ്പോഴും നമ്മളെ ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തുവിടുന്നത്. നമ്മൾ സ്ഥിരമായി ഭക്ഷണം വാങ്ങുന്ന റെസ്റ്റോറൻറ്റിൽ നിന്നോ സ്ഥിരമായി വെള്ളം കുടിക്കുന്ന ജ്യൂസ് കുടിക്കുന്ന കടകളിൽ നിന്നോ ഒക്കെ ആയിരിക്കും വമ്പൻ കണ്ടുപിടുത്തങ്ങൾ, വമ്പൻ മാലിന്യങ്ങളും ഭക്ഷ്യസുരക്ഷയെ ഞെട്ടിച്ചുകൊണ്ടുള്ള സംഭവങ്ങളുമൊക്കെ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്തെ തട്ടുകടകളിലൊക്കെ പരിശോധന നടന്നു. നഗരസഭാ സ്ക്വാഡിന്റെ നേതൃത്വത്തിലാണ് ഈ പരിശോധന നടന്നത്. 12 സ്ക്വാഡുകളായി തിരിഞ്ഞായിരുന്നു നഗരത്തിലെ വിവിധയിടങ്ങളിൽ പരിശോധന നടത്തിയത്. വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നില്ലെന്ന് ഉറപ്പുവരുത്താനാണ് പരിശോധന. വഴുതക്കാട് ബേക്കറി ജംഗ്ഷൻ, യൂണിവേഴ്സിറ്റി കോളേജ് പരിസരം, മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലെ തട്ടുകടകളിലാണ് പരിശോധന നടന്നത്. ഇതിന് പിന്നാലെ വഴുതക്കാടിലെ 4 കടകൾക്ക് നോട്ടീസും നൽകി. ഈ മാസം 10-ന് തട്ടുകടകൾ നടത്തുന്നവർക്ക് പരിശീലന പരിപാടി സംഘടിപ്പിക്കാനും തീരുമാനമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിൽ വച്ചാണ് പരിശീലനം നടക്കുന്നത്. ഷവർമയൊക്കെ തിന്നാൻ വലിയ ഇഷ്ടമുള്ളവരാണ് നമ്മൾ അല്ലേ? എന്നാൽ ഈ ഷവർമയിൽ ഉണ്ടാക്കുന്ന ചിക്കനൊക്കെ, അല്ലെങ്കിൽ ഷവർമ ഉണ്ടാക്കുന്ന ഈ ഷവർമ കൂമ്പാരമായി വച്ചിരിക്കുന്നത് വല്ല ടോയ്ലറ്റിന്റെയോ ബാത്റൂമിന്റെയോ അടുത്താണെങ്കിലോ? ഇറച്ചി കഴുകാൻ വച്ചിരിക്കുന്നത് ക്ലോസറ്റിന്റെ അടുത്താണെന്ന് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. പഴംപൊരിയും ഉഴുന്നുവടയും ഉള്ളിവടയും ഒക്കെ ഉണ്ടാക്കുന്നത് മാസങ്ങൾ പഴക്കമുള്ള കറുത്ത് കരിഞ്ഞ എണ്ണയിലാണെങ്കിലോ? ഇതൊക്കെ നമ്മൾ പലപ്പോഴും കണ്ട് ഛർദ്ദിക്കാൻ വന്നിട്ടുണ്ട് ഇല്ലേ? വൃത്തിഹീനമായ ഭക്ഷണം, ചിലപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് വൃത്തിഹീനമാണെന്ന് നമുക്ക് തോന്നില്ല. എന്നാൽ ഈ ചില ഹോട്ടലുകളുടെ പിന്നാമ്പുറത്തേക്കൊന്ന് പോയി നോക്കണം, അവരുടെ മാലിന്യ കൂമ്പാരം കാണാൻ. ചിക്കനൊക്കെ വാരിക്കൂട്ടി വേസ്റ്റ് പോലെ ഇട്ട് ആ ചിക്കൻ തന്നെയായിരിക്കും വറുത്തും പൊരിച്ചും കറിവെച്ചും ഒക്കെ നമുക്ക് തരുന്നത്. ഈയിടയ്ക്കാണ് KFCയുടെ ഒരു വമ്പൻ കള്ളത്തരം പൊളിഞ്ഞത്. KFC ഓഫറിൽ കൊടുക്കുന്ന ചിക്കൻ മാസങ്ങൾ പഴക്കമുള്ളതാണ് എന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി. കാരണം ബുധനാഴ്ചയായാൽ KFC ഔട്ട്ലെറ്റുകളിൽ കാലുകുത്താനിടയില്ലാത്ത തിരക്കാണ്.